ദിസ് മാൻ കോൾഡ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അടുത്ത 24 മണിക്കൂറിൽ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഡയറ്റ് പ്ലാനിങ്ങും ട്രെയിനിങ്ങും ഫോളോ ചെയ്യാൻ പോവുകയാണ്. എന്റെ പൊന്നോ, ഉറങ്ങാനും കഴിയില്ലല്ലോ. 5:30 ക്രിസ്ത്യാനോ. രാവിലെ തന്നെ ക്രിസ്ത്യാനോ കുടിക്കാറ് പിന്നെ ജ്യൂസൊന്നുമില്ല, പച്ചവെള്ളം. ഇതിന് പകരം വല്ല ചായ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ അല്ല വിഷയമില്ല. ഞാൻ പിന്നെ ഡെയിലി പച്ചവെള്ളം കുടിക്കണോണ്ട് പ്രശ്നമില്ല. ആ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഏകദേശം 4 മുട്ടയാണ് കഴിക്കാറ്. എനിക്ക് ഏകദേശം 3 മുട്ടയാണ് കിട്ടിയത്, കാടമുട്ട. സംഭവം 3 കാടമുട്ട ആണെങ്കിലും ഭയങ്കര ടേസ്റ്റ്. ആ ഒരു പുലർച്ചെ 5:30-5:45 ടൈം ആയതുകൊണ്ടാണെന്നൊന്നും അറിയില്ല, സംഭവം ഭയങ്കര ടേസ്റ്റ്. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്ത് സംഭവം കഴിച്ചു. അടുത്തതായിട്ട് നമ്മളെ ക്രിസ്ത്യാനോ റൊണാൾഡോ നേരിട്ട് ജിമ്മിൽ പോയിട്ടാണ് വർക്കൗട്ട് ചെയ്യാറ്. അപ്പം ഞാൻ ഹോം വർക്കൗട്ടാണ് പൊതുവെ ചെയ്യാറുള്ളത്. അപ്പം ഞാൻ ആദ്യം തന്നെ പുഷപ്പ് അടി തുടങ്ങി. ഒരു 4 സെറ്റ് വെച്ചിട്ട് 20 വെച്ച് 4 സെറ്റ് പുഷപ്പ് അടി. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യണതുകൊണ്ട് എനിക്ക് വലിയ സംഭവമായി തോന്നിയിട്ടില്ല. അതിൽ കൂടുതൽ വരുന്നുണ്ട്, എങ്ങനെ ഉണ്ടാവുന്നൊന്നും അറിയില്ല. അതങ്ങനെ ഒരുവിധം കംപ്ലീറ്റ് ചെയ്ത് ഞാനിങ്ങനെ. പിന്നെ ഇതിങ്ങനെ പറയേണ്ട ആവശ്യമില്ല, ഇതെന്തോ തവളച്ചാട്ടം പോലെ ഇങ്ങനെ കളിയാക്കരുത്. ഞാൻ തന്നെ എന്തെല്ലോ കണ്ടിട്ടാണ് ആ ചെയ്യണേ യൂട്യൂബിൽ. ഇതെന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല. ഇദ്ദേഹം ഇങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ. പുഷപ്പ് അടിക്കുന്ന കാര്യത്തിൽ ഞാൻ ക്യാമറ ആയതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. പുഷപ്പൊക്കെ എത്രയും അടിക്കും, എത്രയെന്നൊന്നും പറയരുത് കേട്ടോ. ക്രിസ്ത്യാനോ 4 സെറ്റ് വെച്ചിട്ട് 20 വെച്ച് 4 സെറ്റ് അടിക്കാറുണ്ട്. ഞാനും അതുപോലെ അടിച്ചു. ഫസ്റ്റ് ഇത് അടിച്ചപ്പോൾ തന്നെ ചെറുതായിട്ടൊക്കെ ഒരു ബോഡിക്ക് എഫക്റ്റ് വന്നിട്ടുണ്ട്. ഗായ്സ്, നെക്സ്റ്റ് നമുക്ക് പുള്ളപ്പ് അടിക്കണം 12 വെച്ച്. പിന്നെ അതിന് ശേഷം ഡബിൾ സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഹോം വർക്കൗട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴിയുണ്ട്, എല്ലാം ചെയ്യാം. നെക്സ്റ്റ് സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ പുള്ളപ്പ് അങ്ങോട്ട് അടിച്ചു. നല്ല അടിപൊളിയിൽ പുള്ളപ്പ് ഇങ്ങനെ 12 വെച്ചിട്ട് അടിക്കാനാ പറഞ്ഞ്. ഞാൻ എത്രണ്ണല്ലോ അടിച്ച്, കുഴപ്പമില്ല. എന്തായാലും ക്രിസ്ത്യാനോ ചെയ്യുന്ന ഒരുവിധം കാര്യമൊക്കെ ഇന്ന് നമ്മൾ ചെയ്യും. അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുളിച്ചൊന്ന് ഫ്രഷ് ആവണം, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ. പൊതുവെ ഞാൻ രാവിലെ കുളിക്കലില്ല, പിന്നെന്താ ഭയങ്കര തണുപ്പ്. എനിക്കറിയാം ഗായ്സ്, ഈ ചത്ത കോഴി കെടുക്കണ പോലെ ഞാൻ കെടുക്കണം. കാരണം ആ വർക്കൗട്ടൊക്കെ ചെയ്ത് എൻ്റെ ഊപ്പാട് ഇളകിപ്പോയി. പക്ഷെ ഈ ഒരു 90 മിനിറ്റിന് ബ്രേക്ക് എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. നിങ്ങളിപ്പോൾ റീലൊക്കെ തോണ്ടി ഏതോ ലോകത്തെത്തി കാണും. ഈ അലാറടി കേൾക്കുമ്പോൾ ഉറങ്ങി കണ്ണുറങ്ങുമ്പോഴത്തേന് അലാറം അടിച്ച ഫീൽ. എന്തുകൊണ്ട് ക്രിസ്ത്യാനോ ആ 90 മിനിറ്റ് ഉറങ്ങിയെന്നുള്ളത് ഇപ്പം മനസ്സിലായി. ഏതാ സുഖം, ഉറങ്ങുമ്പോൾ കിട്ടണ ആ സുഖം ഉണ്ടല്ലോ, വേറെ ലെവല്. കാരണം മോർണിംഗ് നമ്മൾ 5:30 എണീച്ചിട്ട് എക്സസൈസ് എല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു 90 മിനിറ്റിന്റെ ഉറക്കം ഭയങ്കര എഫക്റ്റ് ഉണ്ട്. ക്രിസ്ത്യാനോക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ ആളുണ്ടാവും, പക്ഷെ എനിക്ക് ഞാൻ തന്നെ ഉണ്ടാക്കണം. ഞാൻ കുറച്ച് ഉപ്പൊക്കെ എടുത്ത് വെതറി നേരെ ഒരു ബുൾസൈ അങ്ങോട്ട് അടിച്ചു. ബുൾസൈ മുട്ടന്റെ കാര്യം പറയണ്ടല്ലോ, അടിപൊളിയാണ്. അതങ്ങ് ചേർത്ത് പിടിച്ചു. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെ വെജിറ്റബിൾ കറിയാണ്. അതിൽ കടലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ ഭയങ്കര ടേസ്റ്റ്, ദോശയും മുട്ടയും കടലക്കറിയൊക്കെ. എന്തായാലും ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളെ മെയിൻ പരിപാടിയിലേക്ക് നമ്മൾ പോകുന്നത്. ഇതിനുശേഷം മെല്ലെ പന്തും എടുത്ത് വീട്ടിൻ്റെ മുമ്പാരത്ത് കളിക്കണോ അതോ വേറെ എവിടെയും പോയി കളിക്കണോ എന്ന് ആലോചിച്ച് ഇങ്ങനെ തപ്പി കളിക്കായിരുന്നു. അങ്ങനെ കുറച്ചു നേരം വീട്ടിന് മുമ്പിൽ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ജഗ്ഗിളൊക്കെ ചെയ്ത് കളിച്ചതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത്, വീട്ടിൻ്റെ സൈഡിൽ ഒരു ഒഴിഞ്ഞ പറമ്പുണ്ട്, അങ്ങോട്ട് നേരെ വിട്ടാലോ. പിന്നെ നമ്മളെ പരിപാടികൾ തുടങ്ങി. നമ്മൾ മെയിനായിട്ട് ചെയ്യുക ജഗ്ലിംഗ് ആണ്.
പിന്നെ ഇങ്ങനെ സ്കില്ല് അതൊക്കെ തന്നെ നമ്മളെ ട്രെയിനിങ്. പിന്നെ ഇങ്ങനെ തന്നെ നമുക്ക് മെയിനായിട്ട് ഇഷ്ടം ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അതിനുശേഷം നല്ല ബീഫും ഒരു ബുൾസയും പിന്നെ കുറച്ച് വെള്ളം നേരെ ഇതാണ്ട് തിന്നാം. ടേസ്റ്റ് നോക്കട്ടെ. ബീഫ് പറയണ്ടല്ലോ, അടിപൊളിയാ. ഞാൻ ആ ബീഫ് കിട്ടിയ സന്തോഷത്തിന് നല്ല അടിയും കടിച്ച് ബീഫും. സംഭവം അടിപൊളിയാണ്. കാരണം അത്രയും ഫുട്ബോളും എല്ലാം കൂടി ട്രെയിനിങ്ങും അതും ഇതും ഒക്കെ കഴിഞ്ഞപ്പോൾ ആകെ ഇതിന്റെ നാപ്പും കൂടി ഉണ്ട്. 90 മിനിറ്റും കൂടി നമുക്ക് ഉറങ്ങണം. അനദർ 90 മിനിറ്റ്സ്. ഓക്കെ. അതിനുശേഷം എന്താ എനിക്ക് പറയണ്ടെന്നൊരു ഇവിടുത്തെ അമ്മാതിരി ഫീൽ ഇട്ട് ആ ഉറക്ക് തന്നെ ഇപ്പൊ തന്നെ മടുത്ത് രാവിലെ തൊട്ട് തുടങ്ങിയതാണ്. ഇതെപ്പോ കയ്യൊന്ന് ആലോചിച്ച് നിൽക്കാണ് ഞാൻ. പിന്നെ നമ്മളെപ്പോഴും ചെയ്യുന്ന എക്സസൈസ് തന്നെ. ആദ്യം സ്ട്രെച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഒരൈറ്റം എക്സസൈസ് ഇതൊക്കെ യൂട്യൂബിൽ കണ്ടതാട്ടോ. ഇതൊക്കെ തന്നെയാണ് നമ്മള് ഈവനിങ് ആയാലും മോർണിംഗ് ആയാലും പൊതുവെ ചെയ്യാറ്. പിന്നെ നമ്മള് മെയിൻ ആയിട്ടുള്ള പുഷപ്പ്. അപ്പൊ കാഴ്ച ഇതിന് ശേഷം നമ്മള് ക്രിസ്ത്യാനോ റൊണാൾഡോ ഐസ് ബാത്ത് ആണ് ചെയ്യാറുള്ളത്. അപ്പോ ഇത് ചെയ്തപ്പോ തന്നെ ശരീരം ഒന്നായി ആകെ സീനാണ് ഇപ്പൊ. കാരണം എത്ര നേരമായി നമ്മൾ വർക്കൗട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഇതിന് ശേഷം നമുക്ക് നേരെ ഐസ് ബാത്തിങ് കഴിഞ്ഞാൽ ഒരു 8 മണിക്കൂറിന് സ്ലീപ്പാണ്. ഗായ്സ്, ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നതാണ് കേരളത്തിലെ ക്രിസ്ത്യാനോന്റെ ഐസ് ബാത്തിങ്. കണ്ടില്ലേ? ഓ മൈ ഗോഡ്. ഇതിട്ടാ വലിയ തണുപ്പൊന്നും ഉണ്ടാവില്ല എനിക്കറിയാം. പക്ഷെ ഇതൊക്കെ തന്നെ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ. അങ്ങനെ അതും കഴിഞ്ഞ് കണ്ടില്ലേ? ആകെ 10-15 ഐസേ ഉള്ളൂ. അതും പൊടി പൊടി കഷ്ണങ്ങൾ. സബ്സ്ക്രൈബ്.